മല്ലികാർജ്ജുന ഖാർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി എന്നീ നേതാക്കൾ അയോധ്യ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം നിരസിച്ചിരുന്നു. പിന്നാലെ അയോധ്യ തീർത്ഥക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച് ഹൈക്കമാൻഡിന്റെ വാർത്താക്കുറിപ്പും പുറത്തുവന്നു. എന്നാൽ ഹൈക്കമാൻഡ് നിലപാടിനെതിരെ പരസ്യമായി പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ചുരുക്കം ചില ഭാഗ്യശാലികളിൽ ഒരാളാണ് താനെന്ന കോൺഗ്രസിന്റെ യുവ നേതാവും ഹിമാചൽ പ്രദേശ് മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കി. ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ക്ഷണിച്ചതിന് വിശ്വ ഹിന്ദു പരിഷത്തിനോടും RSSനോടും നന്ദിയുണ്ടെന്നും വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. जैसे मैंने पहले कहा, ये कोई राजनीतिक मसला नहीं है और मैं समझता हूँ कि मैं सौभाग्यशाली हूँ कि हिमाचल में कुछ ही लोगों को जो है वो 22 तारीख का प्राण प्रतिष्ठा का निमंत्रण मिला है और मुझे धन्यवाद करना है राष्ट्रीय स्वयंसेवक संघ का, विश्व हिंदू परिषद का, कि उन्होंने मुझे और मेरे परिवार को ये सम्मान दिया है। और 22 तारीख को जिस दिन माननीय प्रधानमंत्री जी अयोध्या में होंगे उस दिन का निमंत्रण हमें दिया गया है और उस दिन निश्चित तौर से, क्योंकि ये जीवन में एक ही बारी ऐसा मौका मिलता है कि इस इतिहास का हम गवाह बन सके, तो एक सनातनी होने के नाते, एक हिंदू होने के नाते और देव समाज में विश्वास रखने होने के नाते ये मेरा परम दायित्व है, मेरी जिम्मेवारी है कि मैं उस दिन वहाँ पर उपस्थित रहूँगा भी और इस इतिहास को बनते हुए जो है मैं इसका गवाह बनूंगा. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം വിട്ടുനിൽക്കണമെന്ന് ഗുജറാത്ത് PCC വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ധർ തുറന്നടിച്ചു. ഹൈക്കമാൻഡിന്റെ നിലപാട് നിരാശപ്പെടുത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീരാമന്റെ നാമത്തിൽ നിന്നാണ് തങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നതെന്നും അയോധ്യയിലേക്ക് പോകാൻ തനിക്ക് ക്ഷണത്തിന്റെ ആവശ്യമില്ലെന്നും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു മുൻപ് വ്യക്തമാക്കിയിരുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളോട് അനുകൂല നിലപാട് വ്യക്തമാക്കി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും രംഗത്തുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുസ്ലിം ലീഗ് ചെലുത്തുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനാകുന്നില്ല. വയനാട്ടിൽ രാഹുലിന് തിരിച്ചടി ഭയന്ന കോൺഗ്രസ് നേതൃത്വമെടുത്ത തീരുമാനത്തിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തും. ഡൽഹിയിൽ നിന്ന് S നന്ദഗോപൻ, ജനം.